ചെകുത്താന്റെ തന്റെ ഇടി. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. രാത്രി 10 മണി കഴിഞ്ഞിരിക്കുന്നു. കടലിലെ കറുത്ത അലയൊലികൾ വന്ന് പതിക്കുന്ന നഗരത്തിലെ വിജനമായ ആ കപ്പൽ തുറ തുരുമ്പെടുത്ത വമ്പൻ ക്രെയിനുകൾക്കും ഇരുമ്പ് കണ്ടെയ്നറുകൾക്കും നടുവിൽ 3-ാം നമ്പർ വെയർ ഹൗസ് വലിയൊരു പ്രേതാലയം പോലെ സ്ഥിതി ചെയ്തിരുന്നു. അകത്ത് ഡേവിഡ് റിച്ചാർഡും ഹെലീനയും തങ്ങളുടെ അവസാന നീക്കത്തിനുള്ള ആയുധങ്ങൾ പാക്ക് ചെയ്യുകയായിരുന്നു. കൊച്ചിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗബ്രിയേലിന്റെ സാമ്രാജ്യത്തിന് നേരെ ഒരു വലിയ ബോംബ് സ്ഫോടനം നടത്താനായിരുന്നു അവരുടെ പദ്ധതി. ചേട്ടാ, സിദ്ധാർത്ഥിനെ ആകെയും ഫോൺ കിട്ടുന്നില്ല. അവർ ഗബ്രിയേലിന്റെ കൈപ്പെട്ട് കാണോ? ഹെലീന തന്റെ മാഗ്നം തോക്കിൽ ബുള്ളറ്റുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു. പെട്ടാലും കുഴപ്പമില്ല ഹെലീന. കമ്മീഷണർ വിക്രം ഷെട്ടിയുടെ വലിയൊരു പോലീസ് ഫോഴ്സ് ഇപ്പോൾ ക്രിസ്റ്റി കോട്ട വളയാൻ പോവുകയാണ്. റെയ്ഡ് നടക്കുമ്പോൾ ഗബ്രിയേൽ അവിടെ കാണില്ല. അവൻ നമ്മളെ തിരഞ്ഞിങ്ങോട്ട് വരും. അതവൻ്റെ അന്ത്യമായിരിക്കും. ഡേവിഡ് ക്രൂരമായി ചിരിച്ചു. അതേസമയം വെയർ ഹൗസിന് പുറത്തെ കറുത്ത നിഴലുകളെ കീറി മുറിച്ചുകൊണ്ട് 3 ബ്ലാക്ക് മേഴ്സിഡസ് വണ്ടികൾ ലൈറ്റുകൾ അണച്ചു വന്നു നിന്നു. മുൻ സീറ്റിൽ നിന്നും റോണിയും സംഘവും കയ്യിൽ കനത്ത ആയുധങ്ങളുമായി പുറത്തിറങ്ങി. പിൻ സീറ്റിന്റെ ഡോർ തുറന്ന് ഗബ്രിയേൽ ക്രിസ്റ്റി പുറത്തേക്ക് ചൂടുവെച്ചു. അവന്റെ വലതു തോളിൽ ബാൻഡേജ്, മുകളിലായി കറുത്ത ജാക്കറ്റ് ധരിച്ചിരുന്നു. കണ്ണുകളിൽ മരണത്തിന്റെ ആ ഇരുട്ട് പൂർണ്ണമായി പടർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വണ്ടിയുടെ മറുപുറത്തെ ഡോർ തുറന്നിറങ്ങിയ ആ രൂപത്തെ കണ്ട് റോണി പോലും ഞെട്ടി. ഡോക്ടർ റബേക്ക ഫിലിപ്പ് വെളുത്ത കോട്ടിന് പകരം ഒരു കറുത്ത ഷർട്ടും ജീൻസും ധരിച്ച് കയ്യിൽ മൂർച്ചേറിയ ഒരു വലിയ സർജിക്കൽ സ്കാൽപ്പലുമായി ആൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ആളുടെ കണ്ണുകളിൽ ഭയത്തിന്റെ ഒരു കണിക പോലുമില്ലായിരുന്നു. ഡോക്ടർ, ഇതെന്റെ യുദ്ധമാണ്. നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഗബ്രിയേൽ അവളോട് ചോദിച്ചു. എന്നെ കൊല്ലാൻ എൻ്റെ ഹോസ്പിറ്റൽ ഗുണ്ടകളെ വിട്ടത് ആ ഡേവിഡാണ് ക്രിസ്റ്റി. എൻ്റെ ജീവനെടുക്കാൻ നോക്കിയവൻ്റെ അന്ത്യം എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണണം. അതിന് ഞാൻ ആരുടെയും അനുവാദം ചോദിക്കാറില്ല. റബേക്ക തന്റെ കയ്യിലെ ബ്ലേഡ് തിരിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഗബ്രിയേലിന്റെ ചുണ്ടിൽ ഒരു വന്യമായ ആവേശം നിറഞ്ഞു. റോണി, ഒരൊറ്റ വാരിപ്പട്ടിയെ പോലും ജീവനോടെ വിടരുത്. ഗബ്രിയേൽ വെയർ ഹൗസിന്റെ വമ്പൻ ഇരുമ്പുവാതിൽ തന്റെ ബൂട്ട്സ് കൊണ്ട് ഒരൊറ്റ ചവിട്ടി നഗർത്ത് അകത്തേക്ക് കയറി. തുരിതിര വെടിവെച്ചകൾ ആ വെയർ ഹൗസിനിൽ മുഴങ്ങി. റോണിയുടെ ആളുകളും ഡേവിഡിന്റെ ഗുണ്ടകളും തമ്മിൽ മാരകമായ ആയുധ പോരാട്ടം തുടങ്ങി. ഇരുമ്പ് കണ്ടെയ്നറുകൾക്കിടയിലൂടെ ചോര ചീറ്റിത്തെറിച്ചു. ഗബ്രിയേൽ തന്റെ പരിക്കേറ്റത്തോൾ വകവെക്കാതെ കയ്യിൽ ഇരുമ്പോടിയുണ്ട് മുന്നിൽ വന്ന ഗുണ്ടകളെ നെഞ്ചും തലയും അടിച്ചു തകർത്ത് മുന്നോട്ട് നീങ്ങി. റബേക്ക അവന്റെ നിഴൽ പോലെ തൊട്ട് പിന്നാലെയുണ്ടായിരുന്നു. പെട്ടെന്നൊരു ഗുണ്ട റബേക്ക് നേരെ വാളുമായി പാഞ്ഞു വന്നു. ഗബ്രിയേൽ തിരിയുന്നതിന് മുമ്പ് തന്നെ റബേക്ക ഒഴിഞ്ഞു മാറി. തന്റെ കയ്യിലെ മാരകമായ സർജിക്കൽ സ്കാൽപ്പിൽ കൊണ്ട് അവന്റെ കഴുത്തിലെ പ്രധാന ഞരമ്പ് ഒരൊറ്റ വരക്ക് മുറിച്ചു കളഞ്ഞു. ചോര ഫൗണ്ടൻ പോലെ തെറിച്ചുകൊണ്ട് അവന്റെ തറയിലേക്ക് വീണു. ഗബ്രിയേൽ അത് കണ്ട് ആള് നോക്കി അത്ഭുതത്തോടും തലയാട്ടി. സർജൻ റിഫ്ലെക്സ്. അവസാനം വെയർഹൗസിന്റെ ഒടുവിലത്തെ വലിയ ചേംബറിൽ ഗബ്രിയേലും റബേക്ക എത്തിച്ചേർന്നു. അവിടെ ഡേവിഡ് എലീനയും തോക്കുകളുമായി കാത്തിരിക്കുകയായിരുന്നു. വാടാ ലൂസിഫർ, നിന്റെ അന്തി ഇവിടെയാടാ. ഡേവിഡ് ഗബ്രിയേലിന് നേരെ തോക്കിയുണ്ടി. പക്ഷെ അവർക്ക് പ്രതികരിക്കാൻ കഴിയും മുമ്പ് ഗബ്രിയേൽ വായുവിൽ ഉയർന്നിയാടി ഡേവിഡിന്റെ കയ്യിലെ തോക്ക് ചവിട്ടി തെറിപ്പിച്ചു. അവർ തമ്മിൽ ക്രൂരമായ കയ്യാങ്കളി തുടങ്ങി. അതേസമയം എലീന തോക്കുമായി റബേക്കയ്ക്ക് നേരെ പാഞ്ഞു വന്നു. 2 പെണ്ണുങ്ങൾ തമ്മിലുള്ള തീ പാർന്ന ആറ്റിറ്റ്യൂഡ് ക്ലാഷ് അവിടെ നടന്നു. റബേക്ക ഹെലീനയുടെ കയ്യിൽ പിടിച്ച് തിരിച്ച് ചുമരിലേക്ക് ഇടിച്ചു. അതിനിടയിൽ ഡേവിഡിന്റെ ശക്തമായ ഒരടി ഗബ്രിയേലിന്റെ പരിക്കേറ്റ തോളിൽ തന്നെ പതിച്ചു. തുന്നലുകൾ വീണ്ടും പൊട്ടി. ഗബ്രിയേൽ മുട്ടൂത്തി തറയിലേക്ക് വീണു. ചാവടാ ക്രിസ്റ്റി. ഡേവിഡ് തറയിൽ കിടന്ന ഒരു ഇരുമ്പ് വൈപ്പെടുത്ത് ഗബ്രിയേലിന്റെ തലക്ക് അടിക്കാൻ ഓങ്ങി. ഡേവിഡ്, സ്റ്റോപ്പ്. പെട്ടെന്ന് വെയർ ഹൗസിന്റെ മുകളിലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കനത്തൊരു ശബ്ദം കേട്ടു. എല്ലാവരും ഞെട്ടി മുകളിലേക്ക് നോക്കി. അവിടെ കയ്യിലൊരു അത്യാധുനിക സ്നൈപ്പർ റൈഫിളുമായി സിറ്റി പോലീസ് കമ്മീഷണർ വിക്രം ഷെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അതിനു ചുറ്റും പോലീസുകാരുണ്ടായിരുന്നു. ഡേവിഡ് ഉറക്കെ ചിരിച്ചു. കണ്ടോടാ ഗബ്രിയേൽ, കമ്മീഷണർ എന്റെ ആളാ. അവൻ നിന്നെ വെടിവെച്ച് വീഴ്ത്തും. പക്ഷെ അപ്പോഴാണ് ആർക്കും പ്രതീക്ഷിക്കാത്ത ഒന്നാമത്തെ വമ്പൻ ട്വിസ്റ്റ് നടന്നത്. കമ്മീഷണർ വിക്രം ഷെട്ടി തന്റെ റൈഫിൾ തിരിച്ച ഗബ്രിയേലിന് നേരെയല്ലായിരുന്നു, പകരം ഡേവിഡിന് നേരെയായിരുന്നു. ഒരു മാരകമായ വെടിയുണ്ട ഡേവിഡിന്റെ വലതുകാലിൽ തുളച്ചു കയറി. അവൻ നിലവിളിച്ചുകൊണ്ട് തറയിലേക്ക് വീണു. കമ്മീഷണർ, നീ എന്താ ഈ കാണിക്കുന്നത്? ഞാൻ നിനക്ക് കോടികളല്ലേ തന്നത്. ഡേവിഡ് ചോരയൊലിപ്പിച്ചുകൊണ്ട് അലറി. കമ്മീഷണർ വിക്രം ഷെട്ടി സാവധാനം പടവിളിറങ്ങി താഴേക്ക് വന്നു. അവൻ ഗബ്രിയേലിന്റെ മുന്നിൽ വന്ന് സല്യൂട്ട് അടിച്ചു. എന്നിട്ട് ഡേവിഡിനെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. ഡേവിഡ് റിച്ചാർഡ്, നീ എനിക്ക് തന്ന കോടികളാണെങ്കിൽ ഈ നഗരത്തിന്റെ ചക്രവർത്തി ഗബ്രിയേൽ ക്രിസ്റ്റി എനിക്ക് തന്നത് ഈ സിറ്റിയുടെ പകുതി അധികാരമാണ്. നീ വിചാരിച്ചോ ഞാൻ നിന്റെ ആളാണെന്ന്? ഈ വിക്രം ഷെട്ടി IPS എന്നും ഗബ്രിയേലിന്റെ സാമ്രാജ്യത്തിന്റെ ഒരു നിഴൽ മാത്രമാണ്. ഡേവിഡ് എലീനയും ഞെട്ടിത്തെരിച്ചു പോയി. റബേക്ക പോലും വിശ്വസിക്കാൻ കഴിയാതെ ഗബ്രിയേലിനെ നോക്കി.
നിയമത്തിന്റെ കാവൽക്കാരനായ കമ്മീഷണർ പോലും ഗബ്രിയേലിന്റെ രഹസ്യ പങ്കാളിയായിരുന്നു എന്ന സത്യം അവൾ വെളിപ്പെട്ടു. ഗബ്രിയേൽ സാവധാനം തറയിൽ നിന്ന് എഴുന്നേറ്റു. അവൻ ചോര കുടിച്ചിട്ട് ഡേവിഡിന്റെ അടുത്തേക്ക് നടന്നു നിന്നു. കണ്ടോ ഡേവിഡ്, ചതുരംഗത്തിൽ രാജാവിനെ വെട്ടാൻ മന്ത്രി ഇറങ്ങുമ്പോ ആ മന്ത്രി ആരുടെ പക്ഷത്താണെന്ന് മുൻകൂട്ടി അറിയണം. നിന്റെ കളി ഇവിടെ തീർന്നു, ഗബ്രിയേൽ കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. പക്ഷേ ആ ആശ്വാസത്തിനിടയിൽ പെട്ടെന്നാണ് ഹെലീന തറയിൽ കിടന്ന തോക്കെടുത്ത് ഗബ്രിയേലിന്റെ നെഞ്ചിന് നേരെ ചൂണ്ടിയത്. അവൾ ട്രിഗർ അമർത്താൻ ഒരുങ്ങി. ഗബ്രിയേൽ മാറ്! റബേക്ക ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഗബ്രിയേലിന് മുന്നിലേക്ക് ചാടി വീണു. മറ്റൊരു വെടിവെച്ച് കൂടി ആ വെയർഹൗസിൽ മുഴങ്ങി. ആ ചോര മണക്കുന്ന രാത്രിയിൽ മറ്റാരുടെയോ ചോര തറയിലേക്ക് തെറിച്ചു വീണു. വെടിയുണ്ട് തുളച്ചേറിയത് റബേക്കയുടെ നെഞ്ചിലല്ലായിരുന്നു. ഗബ്രിയേലിനെ രക്ഷിക്കാൻ മുന്നിലേക്ക് ചാടിയ റബേക്കയുടെ ശരീരത്തിന് തൊട്ടു മുന്നിൽ മറ്റൊരു രൂപം വന്ന് വീണു. റോണി, ഗബ്രിയേലിന്റെ വിശ്വസ്തനായ അംഗരക്ഷകൻ. ഹെലീനയുടെ വെടിയുണ്ട റബേക്ക കേൾക്കാതിരിക്കാൻ വേണ്ടി റോണി പാഞ്ഞു വന്നത് മുന്നിൽ സ്വന്തം ശരീരം കാവലാക്കി വെച്ചു. റോണിയുടെ നെഞ്ചിൽ നിന്ന് രക്തം കുതിച്ചു ചാടി റബേക്കയുടെ കറുത്ത ഷർട്ടിലേക്ക് പടർന്നു. അവൻ തറയിലേക്ക് വീഴുമ്പോൾ ഗബ്രിയേൽ അലറിക്കൊണ്ട് റോണിയെ താങ്ങി പിടിച്ചു. റോണി, എന്തിനാടാ നീ? ഗബ്രിയേലിന്റെ കണ്ണു നിറഞ്ഞു. ഇത്രയും കാലം കരിങ്കല്ലായിരുന്ന ആ മനസ്സ് ആദ്യമായി ഒന്ന് ഉടഞ്ഞു. ബോസ്, നിങ്ങൾ ജീവനോടെ വേണം. ഈ സാമ്രാജ്യം നിങ്ങൾക്ക് മാത്രമുള്ളതാ. റോണിയുടെ ശബ്ദം നേർത്തു വന്നു. അവന്റെ കണ്ണുകൾ അടഞ്ഞു. റബേക്ക ഞെട്ടലോട് ആ കാഴ്ച കണ്ടു നിന്നു. ഒരു നിമിഷം കൊണ്ട് യുദ്ധക്കളത്തിന്റെ അന്തരീക്ഷം മാറി. ഗബ്രിയേലിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ മാറി. പകരം മണപൊട്ടിയൊഴുകുന്ന അഗ്നി പടർന്നു. അവൻ സാവധാനം എഴുന്നേറ്റു. ആ നടത്തത്തിൽ ഒരു സിംഹത്തിന്റെ ഭയപ്പെടുത്തുന്ന ക്രൂരതയുണ്ടായിരുന്നു. ഹെലീന വീണ്ടും വെടിവെക്കാൻ തോക്കുയർത്തി. പക്ഷേ ഗബ്രിയേൽ മിന്നൽ വേഗത്തിൽ പാഞ്ഞു വന്ന് അവളുടെ കൈത്തണ്ട ഒടിച്ചു കളഞ്ഞു. ഹെലീനയുടെ കയ്യിൽ നിന്നും തോക്ക് തെറിച്ചു. ഗബ്രിയേൽ അവളുടെ കഴുത്തിൽ പിടിച്ച് വായുവിൽ ഉയർത്തി. നീ എന്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ടവനെയാണ് കൊന്നത് ഹെലീന. നിന്നെ ഞാൻ ഇത്രയും കാലം പെണ്ണായതുകൊണ്ട് മാത്രം വെറുതെ വിട്ടിരുന്നത്. പക്ഷേ ഇനി അതില്ല. അവനവളെ വെയർഹൗസിന്റെ മധ്യത്തിലുള്ള വലിയൊരു ഇരുമ്പ് തൂണിലേക്ക് ആഞ്ഞെറിഞ്ഞു. ഹെലീന വേദന കൊണ്ട് പൊളഞ്ഞു. അപ്പോഴേക്കും കമ്മീഷണർ വിക്രം ഷെട്ടിയുടെ ആളുകൾ ഡേവിഡിനെ ഹെലീനയെ ചങ്ങലക്കിട്ട് കഴിഞ്ഞിരുന്നു. ഗബ്രിയേൽ, ഇവന്മാരെ ഞാൻ ജയിലിലേക്ക് മാറ്റുന്നു. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, കമ്മീഷണർ ഗൗരവത്തോടെ പറഞ്ഞു. റബേക്ക, ഗബ്രിയേൽ അവളെ വിളിച്ചു. റബേക്ക അവനെ നോക്കി. ആളുടെ കണ്ണുകളിൽ റോണിയുടെ മരണത്തിന്റെ വേദനയും ഗബ്രിയേലിന്റെ ക്രൂരതയോടുള്ള പേടിയും ഒപ്പമുണ്ടായിരുന്നു. നീ ഇതാണോ ഗബ്രിയേൽ? നിനക്ക് വേണ്ടി ജീവൻ കളയാൻ ആൾക്കാർ തയ്യാറാണ്. പക്ഷെ നിന്റെ വഴി ചോരയുടേതാ. റോണി മരിച്ച നിന്റെ ഈ വാശി കാരണ. റബേക്ക വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അതെ റബേക്ക, ഈ സാമ്രാജ്യത്തിന്റെ വില ചോരയാണ്. അത് ചോദിക്കുന്നത് ഞാനാണ്, കൊടുക്കുന്നത് എൻ്റെ ആളുകളും. ഗബ്രിയേൽ തണുപ്പ സ്വരത്തിൽ പറഞ്ഞു. അവന്നെ ജാക്കറ്റ് അഴിച്ച് റബേക്കയുടെ തോളിലിട്ടു. നമുക്ക് പോവാം. ഇനി വെയർഹൗസിലെ ചോരപ്പാടുകൾ പോലീസുകാരെ നോക്കിക്കോളും. അന്ന് രാത്രി ക്രിസ്റ്റി കോട്ടയിലേക്ക് മടങ്ങുമ്പോൾ വണ്ടിയിലാകെ നിശബ്ദതയായിരുന്നു. കോട്ടയിലെത്തിയതും റബേക്ക പെട്ടെന്ന് റൂമിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. അവൾ ബാത്റൂമിൽ പോയി കണ്ണാടിയിലേക്ക് നോക്കി. താൻ ഒഴുകിയ ചോരയല്ല, മറ്റൊരാളുടെ ജീവൻ പോയ ചോര തന്റെ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഗബ്രിയേലിന്റെ സാമ്രാജ്യത്തിൽ നിൽക്കുന്നത് തന്റെ വഴി തെറ്റിക്കുമോ എന്ന ചിന്ത അവളുടെ മനസ്സിനെ അലട്ടി. അതേസമയം കോട്ടയുടെ താഴത്തെ നിലയിൽ ഗബ്രിയേൽ തന്റെ തോളിലെ മുറിവിൽ മരുന്നുരുട്ടുകയായിരുന്നില്ല. പകരം റോണിയുടെ ഫോട്ടോ നോക്കി കസേരയിൽ ഇരിക്കുകയായിരുന്നു. മരിയ ചേച്ചി കരഞ്ഞുകൊണ്ട് ഗബ്രിയേലിന്റെ അരികിൽ നിൽപ്പുണ്ടായിരുന്നു. മോനെ, നീ വഴി അങ്ങ് അവസാനിപ്പിക്കും. റബേക്ക വന്നതിന് ശേഷം നിനക്ക് സമാധാനമായിട്ടൊന്ന് ജീവിച്ചുകൂടെ? ചേച്ചി, റബേക്ക വന്ന സമാധാനത്തിന് വേണ്ടിയല്ല, അവൾ എൻ്റെ ഇരുളിലേക്ക് വന്ന വെളിച്ചമാണ്. പക്ഷേ ആ വെളിച്ചത്തെ പോലും എൻ്റെ ശത്രുക്കൾക്ക് എടുത്തിക്കളയുമെന്ന് തോന്നുന്നു. പെട്ടെന്നാണ് ഗബ്രിയേലിന്റെ ഫോൺ ശബ്ദിച്ച്. അജ്ഞാതമായ ഒരു നമ്പർ. ഗബ്രിയേൽ ഫോൺ എടുത്തു. ഹലോ. മറുതലക്കിലൊരു വികൃതമായ ചിരി മാത്രം. ഗബ്രിയേൽ ക്രിസ്റ്റി, കപ്പൽ തുറയിലെ കളി ജയിച്ചെന്ന് കരുതണ്ട. ഡേവിഡും ഹെലീനയും വെറും കരുക്കളും മാത്രമായിരുന്നു. ഗബ്രിയേലിന്റെ സാമ്രാജ്യം തകരാൻ പോകുന്ന പുറത്തു നിന്നല്ല, അകത്ത് നിന്ന് തന്നെയാ. ഗബ്രിയേൽ ഞെട്ടിപ്പോയി. ആരാടാ നീ? നിന്റെ സ്വന്തം കോട്ടയിൽ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളുടെ ഉള്ളിൽ ഒരു സർജിക്കൽ ബ്ലേഡ് ഒളിച്ചിരിപ്പുണ്ട് ക്രിസ്റ്റി. അതെന്നാണോ നീ അറിയുന്നത്? നീ സാമ്രാജ്യം കത്തും. ഫോൺ കെട്ടായതും കോട്ടയുടെ ഭിത്തിയിലേക്ക് നോക്കി വിറങ്ങലിച്ചിരുന്നവൻ. രാത്രിയുടെ യാമങ്ങൾ ക്രിസ്റ്റി കോട്ടയെ കൂടുതൽ ഇരുളിലാക്കിയിരുന്നു. ഫോൺ കോളിൽ ആ ഭീഷണി ഗബ്രിയേലിന്റെ ഉള്ളിൽ ഒരു കൊള്ളിമീൻ പോലെ തറച്ചു നിന്നു. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളുടെ ഉള്ളിൽ ഒരു സർജിക്കൽ ബ്ലേഡ് ഒളിച്ചിരിപ്പുണ്ട്.
ആ വാചകം അവൻ വീണ്ടും വീണ്ടും മനസ്സിലൊരു വിട്ടു. അവൻ സാവധാനം മുകളിലത്തെ നിലയിലേക്ക് നടന്നു. റബേക്കയുടെ മുറിക്കുമ്പിലെത്തി അവൻ വാതിൽ മുട്ടാൻ കൈ ഉയർത്തിയെങ്കിലും പാതി വഴിയിൽ അത് തങ്ങി നിന്നു. സംശയം. ലൂസിഫർ എന്ന് വിളിക്കുന്ന ഗബ്രിയേൽ ക്രിസ്റ്റി ആദ്യമായിട്ടാണ് ഒരാളെ കുറിച്ച് സംശയിക്കുന്നത്. അവൻ വാതിൽ പതിയെ തുറന്നു. റബേക്ക ഉറങ്ങിയാണെന്ന് കരുതിയ ഗബ്രിയേൽ കണ്ടത് മുറിയിലെ ചെറിയ വെളിച്ചത്തിൽ തന്റെ ഡയറി തുറന്നു വെച്ച് അതിലെന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന റബേക്കയാണ്. അവളുടെ മുഖത്ത് ഒരുതരം നിഗൂഢമായ ഗൗരവമുണ്ടായിരുന്നു. ഗബ്രിയേലിനെ കണ്ടതും അവൾ പെട്ടെന്ന് ഡയറി അടച്ചു വെച്ചു. അവളെന്താ പരിപാടി? ഗബ്രിയേലിന്റെ ശബ്ദത്തിൽ മുമ്പത്തേക്കാൾ കടുപ്പമുണ്ടായിരുന്നു. റബേക്ക എഴുന്നേറ്റ് നിന്നു. അവന്റെ കണ്ണുകളിലെ മാറ്റം അവൾ തിരിച്ചറിഞ്ഞു. ഒന്നുമില്ല, വെറുതെ ഒരു ഡയറി എഴുതുന്നു. ക്രിസ്റ്റി കോട്ടയിൽ എൻ്റെ ആദ്യത്തെ ദിവസത്തെക്കുറിച്ച്. ഗബ്രിയേൽ അവളെ ലക്ഷ്യം വെച്ച് നടന്നു. റബേക്കയുടെ മുന്നിൽ വന്നു നിന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് തറപ്പിച്ച് നോക്കി. നീ ആരാണ് റബേക്ക? വേറൊരു ഡോക്ടർ മാത്രമാണോ? അതോ നിന്റെ ഈ വെളുത്ത കോട്ടിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റെന്തെങ്കിലും രഹസ്യമുണ്ടോ? റബേക്ക ഒട്ടും പതറാതെ അവനെ തിരിച്ചു നോക്കി. എന്ത് രഹസ്യം? ഞാൻ ആരാണെന്ന് എനിക്ക് ഇതിനകം അറിഞ്ഞൂടെ? ഞാൻ റബേക്ക ഫിലിപ്പ്. നീ കാണുന്നതെല്ലാം സത്യമാണ്. സത്യം? ഗബ്രിയേൽ പുച്ഛത്തോടെ ചിരിച്ചു. ഡേവിഡിന്റെ ആളുകൾ നിന്നെ ലക്ഷ്യം വെച്ചത് നിന്നെ കൊല്ലാനാണെന്നാണല്ലോ ഞാൻ കരുതിയത്. പക്ഷേ അവർക്ക് നിന്നോട് മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഗബ്രിയേലിന്റെ ചോദ്യം റബേക്കയെ ഞെട്ടിച്ചു. അവളൊരടി പുറകോട്ട് മാറി. എന്തുദ്ദേശം? നിന്റെ ഭൂതകാലം, നിന്റെ കുടുംബം. ആർക്കെയിൻ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് നീ എവിടെയായിരുന്നു? ഇത്രയും വലിയൊരു സർജനായിട്ട് എന്തുകൊണ്ട് നീ ആ പഴയ ഹോസ്പിറ്റൽ മാത്രം ഒതുങ്ങിക്കൂടി? ഗബ്രിയേലിന്റെ ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു. റബേക്കയുടെ കൈകൾ വരച്ചു അവൾ ഡയറിയിലേക്ക് നോക്കി. ചില കാര്യങ്ങൾ അങ്ങനെയാണ് ക്രിസ്റ്റി. ചില ഭൂതകാലങ്ങൾ മറവിലേക്ക് തള്ളുന്നതാണ് നല്ലത്. എനിക്ക് മറവി വേണ്ട റബേക്ക. എനിക്ക് വേണ്ട സത്യമാണ്. നിന്നെ സംശയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ സാമ്രാജ്യത്തിൻ്റെ അടിത്തറയിൽ വിള്ളലുകൾ വീഴ്ത്താൻ ആരെയും ഞാൻ അനുവദിക്കില്ല. അവൻ വാതിലേക്ക് തിരിഞ്ഞടന്നു. പുറത്തിറങ്ങും മുമ്പ് അവൻ തിരിഞ്ഞു നോക്കി പറഞ്ഞു. നാളെ രാവിലെ നിന്റെ ആ പഴയ ജീവിതത്തെക്കുറിച്ചുള്ള ഫയലുകൾ എൻ്റെ ടേബിളിൽ ഉണ്ടാവും. അത് പരിശോധിക്കാൻ എനിക്ക് റോണിയെ വേണ്ട. എനിക്ക് നേരിട്ടറിയാം നീ ആരാണെന്ന്. വാതിലടഞ്ഞു. റബേക്ക തളർന്ന് കസേരയിലേക്ക് ഇരുന്നു. അവളുടെ ഡയറി വീണ്ടും തുറന്നു. അതിൽ എഴുതിയിരിക്കുന്ന ഒരു ഡോക്ടറുടെ കുറിപ്പുകളായിരുന്നില്ല, പകരം ഒരു വലിയ പകയുടെ പദ്ധതികളായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.